അതൊന്നും ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോഴും നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പാളി ഒരു സ്ഥലത്ത് നിന്ന് കയറത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശബരിമലയിൽ ഏറ്റവും പെണ്ണുങ്ങളെ കയറ്റിയെന്നും പറഞ്ഞ് വലിയ വിവാദമുണ്ടായത് അത്രയും ഗൗരവമല്ലല്ലോ ഇപ്പോൾ ഉണ്ടായത്. അന്നുണ്ടായ വാശിയും അന്നുണ്ടായ പ്രതിഷേധമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരിയില്ലേ? അപ്പോൾ ഈ ശബരിമലയെ കണ്ടിട്ടാണ് ഈ രാജ്യത്ത് എല്ലാം തീരുമാനിക്കുന്നു എന്നുള്ളത് ആരും കണക്കൂട്ടരുത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉണ്ട് എന്നുള്ള നേരും അവിടെ നടക്കാൻ പാടില്ലാത്ത ബലം നടന്നു എന്നുള്ള നേരാണ്. അതിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇത് ഒരു കാരണവശാലും ഈ സ്വർണ്ണപ്പാളി ഈ ഇതിനകത്ത് ഒരു കാരണവശാലും പ്രതികരിക്കില്ല. അതിനകത്ത് ഉറപ്പാണ്. നീ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടാനുള്ള കാരണമായിട്ടുണ്ടോ? അത് സർക്കാരിന്റെ ഒരു വികസനത്തിലാവോ? സർക്കാർ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. അത് പറയാനാണെങ്കിൽ സർക്കാർ ചെയ്ത മേന്മകളും വേണ്ടത്ര താഴെത്തട്ടിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിക്കുവാൻ അവർക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതാണ് നേരെ. പലപ്പോഴും സർക്കാർ ചെയ്ത ഒരുപാട് ധർമ്മങ്ങളുമുണ്ട്. എന്നാലും ഇവിടുത്തെ പാവങ്ങൾക്ക് അവസാന മുഹൂർത്തത്തിലാണെങ്കിലും ആരും ചെയ്യാത്ത ഒരു വലിയൊരു മഹാകാര്യം പെൻഷൻ ചെറിയതല്ല. കടമെടുത്തിട്ടാണെങ്കിലും ആ പാവങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ട് 3500 രൂപയോളം കൊടുക്കാനുള്ള സന്മനസ് ഈ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് ഒരിക്കലും ചെറുതായി കാണാൻ. കോടിക്കണക്കിന് രൂപയാണ് ഈ സമ്പത്ത് ഖജനാവിൽ ഇല്ലാത്തപ്പോൾ പോലും സമ്പത്ത് അതിനുവേണ്ടി പുറത്തുനിന്ന് സമാഹരിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുക്കുവാനുള്ള വലിയൊരു ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്.